ലോ പോയിന്റിൽ വീണ്ടും വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ മനസ്സിൽ കണ്ട ഒരു ആശയമാണ് നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന നിയമപരമായ വിഷയങ്ങളെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ തിരിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗൂഗിളിനോടും എന്നോടും ഏറ്റവും കൂടുതൽ പേർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് രജിസ്റ്റർ വിവാഹത്തിന്റെ നിയമപരമായ വശങ്ങളും ഫോർമാലിറ്റീസും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ വിഷയം അത് തന്നെ ആക്കി കളയാം. ഇന്ത്യൻ വിവാഹങ്ങളും നിയമവശങ്ങളും അതിന്റെ ഫോർമാലിറ്റീസും. ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ് ചട്ടത്തുമല. നമുക്ക് ലോ പോയിന്റ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് കടക്കാം. 1955 ജനുവരി 1 നിലവിൽ വന്ന ഇന്ത്യൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് നമ്മുടെ നാട്ടിൽ നിലവിൽ രജിസ്റ്റർ വിവാഹങ്ങൾ നടക്കുന്നത്. ഈ രജിസ്റ്റർ വിവാഹങ്ങളെ പറ്റി പറയുന്നതിന് മുൻപായി ഇന്ത്യയിൽ നിലവിലുള്ള മറ്റ് വിവാഹ സംബന്ധമായ നിയമങ്ങളെ പറ്റി കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ കുടുംബ നിയമങ്ങളുടെ പരിധിയിലാണ് വിവാഹം വരുന്നത്. 2 ഇന്ത്യൻ വംശജരായ സ്ത്രീയും പുരുഷനും പരസ്പര പിന്തുണയോടെ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഏർപ്പെടുന്ന കരാറിനെയാണ് നിയമപരമായ വിവാഹമായി കണക്കാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ക്ലോസ് 1 ഓരോ ഇന്ത്യക്കാരനും വിവാഹം അവന്റെ അവകാശമായി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിൽ വിവാഹങ്ങൾ നടത്തുന്നതിന് ഹിന്ദു മാരേജ് ആക്ട്, മുസ്ലിം മാരേജ് ആക്ട്, ക്രിസ്ത്യൻ മാരേജ് ആക്ട്, പാഴ്സി മാരേജ് ആക്ട്, സ്പെഷ്യൽ മാരേജ് ആക്ട്, ഫോറിനർ മാരേജ് ആക്ട് എന്നീ നിയമങ്ങളാണ് ഉള്ളത്. 1955 മെയ് 18 നിലവിൽ വന്ന ഹിന്ദു മാരേജ് ആക്ട് 1955 ചാപ്റ്റർ 2 5 മുതൽ 8 വരെയുള്ള വകുപ്പുകളിലാണ് ഒരു ഹിന്ദു വിവാഹം എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നിയമത്തിലെ വകുപ്പ് 2 ഈ നിയമത്തിന് കീഴിൽ ഹിന്ദു മതത്തിൽപ്പെട്ടവർ, വീരവൈശ്യ വിഭാഗത്തിൽപ്പെട്ടവർ, ബ്രഹ്മോ ആര്യ സമാജത്തിൽപ്പെട്ടവർ, ബുദ്ധമതത്തിൽപ്പെട്ടവർ, അതുപോലെ സിഖ് അല്ലെങ്കിൽ ജൈന മതത്തിൽപ്പെട്ടവരും വരുന്നുണ്ട് എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ഹിന്ദു മാരേജ് ആക്ടിലെ 5, 6, 7 എന്നീ വകുപ്പുകൾ കീഴിലാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട വിവാഹങ്ങൾ എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നിയമത്തിന് കീഴിൽ വരുന്ന വിവാഹത്തിലെ സ്ത്രീയും പുരുഷനും ഇന്ത്യൻ വംശജരായ ഹിന്ദു മതവിശ്വാസികളോ അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ ഏതെങ്കിലും മതത്തിലെ വിശ്വാസികളോ ആയിരിക്കണം. അതുപോലെ വിവാഹ സമയത്ത് സ്ത്രീക്ക് 18 വയസ്സും പുരുഷന് 21 വയസ്സും തികഞ്ഞിരിക്കണം. അതുപോലെ ഇരുവരുടെയും ബോധപൂർവമുള്ള സമ്മതവും ഈ നിയമത്തിന് കീഴിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സഹോദര രക്തബന്ധത്തിൽ ഉള്ളവരാകാനും പാടില്ല എന്നും അതുപോലെ തന്നെ വിവാഹം നടത്തേണ്ടത് മതപരമായ ആചാര അനുഷ്ഠാനങ്ങളോട് കൂടി ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. ഈ ആചാര അനുഷ്ഠാനങ്ങളിൽ താലി ചാർത്തൽ, പുടവ കൊടുക്കൽ, അതുപോലെ കൈപിടിച്ച് വലം വെക്കൽ എന്നിവയും ഉൾപ്പെടുന്നു. മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും തെറ്റിച്ചുകൊണ്ട് നടത്തുന്ന വിവാഹങ്ങൾ ഈ ഹിന്ദു മാരേജ് ആക്ടിന് കീഴിൽ നിയമപരമല്ല എന്നും പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യണം എന്നുമുള്ളതും ഈ നിയമത്തിന് കീഴിൽ വരുന്ന മറ്റൊരു വകുപ്പാണ്. 1957 ഡിസംബർ 19 നിലവിൽ വന്ന മുസ്ലിം മാരേജ് ആക്ട് 1954 6 മുതൽ 9 വരെയുള്ള വകുപ്പുകളിലാണ് ഇന്ത്യൻ മുസ്ലിം വിവാഹങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നത്. മുസ്ലിം വിവാഹങ്ങളെ നിക്കാഹ് എന്നാണ് പറയപ്പെടുന്നത്. ഹിന്ദു മാരേജ് ആക്ടിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ രണ്ടുപേരും ഇന്ത്യൻ വംശജരായ മുസ്ലിമുകളായിരിക്കണമെന്നും വിവാഹ സമയത്ത് സ്ത്രീ അവിവാഹിതയായിരിക്കണമെന്നും പുരുഷന് 4 വിവാഹം വരെ ആകാമെന്നും പറയുന്നത്. അതുപോലെ തന്നെ വിവാഹ വാഗ്ദാന ചടങ്ങുകളും വാഗ്ദാനം സ്വീകരിക്കുന്ന ചടങ്ങുകളും നടത്തിയിരിക്കണമെന്നും വിവാഹ സമയത്ത് 2 മുസ്ലിം പുരുഷന്മാരെ സാക്ഷികളാക്കി നിർത്തണമെന്നും പറയുന്നതിനോടൊപ്പം തന്നെ പുരുഷൻ സ്ത്രീക്ക് മഹർ നൽകിയിരിക്കണമെന്നും പറയുന്നുണ്ട്. വിവാഹത്തിന് ശേഷമുള്ള രജിസ്റ്റർ ചെയ്യൽ ഈ നിയമത്തിന് കീഴിലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ വിവാഹ നിയമങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമമാണ് ക്രിസ്ത്യൻ മാരേജ് ആക്ട്. 1872 ജൂലൈ 18 ഈ നിയമം നിലവിൽ വരുന്നത്. ഈ നിയമത്തിലെ 4 മുതൽ 25 വരെയുള്ള വകുപ്പുകളിലാണ് ഒരു ക്രിസ്ത്യൻ വിവാഹം എങ്ങനെയായിരിക്കണമെന്ന് വിവരിക്കുന്നത്. പള്ളി വികാരി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാരേജ് സർട്ടിഫിക്കറ്റ് നൽകുവാൻ ലൈസൻസ് ഉള്ളയാൾ അല്ലെങ്കിൽ ഈ ആക്ട് പ്രകാരം നിയമിതനായ ഒരു വിവാഹ രജിസ്റ്റർ, ഒരു മെത്രാൻ അല്ലെങ്കിൽ സ്കോട്ട്ലാൻഡ് സഭയിലെ ഒരു പുരോഹിതൻ എന്നിവരുടെ നേതൃത്വത്തിൽ മാത്രമേ ഒരു ക്രിസ്ത്യൻ വിവാഹം നടത്തുവാൻ പാടുള്ളൂ. മറ്റു വിവാഹ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരാൾ ക്രിസ്ത്യൻ മത വിശ്വാസിയോ അല്ലെങ്കിൽ 2 പേരും ക്രിസ്ത്യൻ മത വിശ്വാസികളോ ആയിരിക്കണം. അതുപോലെ തന്നെ വിവാഹ സമയം പുലർച്ചെ 6 മണിക്കും വൈകുന്നേരം 7 മണിക്കും ഇടയ്ക്കും വിവാഹ സ്ഥലം ക്രിസ്ത്യൻ പള്ളിയും തന്നെ ആയിരിക്കണം. വിവാഹത്തിന് മുന്നോടിയായി 2 പേരുടെയും വിശദ വിവരങ്ങൾ അടങ്ങുന്ന നോട്ടീസ് പള്ളി വികാരി ഏൽപ്പിക്കുകയും പള്ളി വികാരി ഇത് പള്ളിയുടെ നോട്ടീസ് ബോർഡിൽ ഇടുകയും വേണം. തുടർന്ന് 2 പേരുടെയും മനസമ്മതം നടത്തുകയും 2 പേരുടെയും രക്ഷകർത്താക്കളുടെ സമ്മതം വാങ്ങിക്കുകയും വേണം. മനസമ്മതത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനകം തന്നെ വിവാഹം നടത്താവുന്നതും വിവാഹം രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. 1936 ഏപ്രിൽ 23 നിലവിൽ വന്ന പാഴ്സി മാരേജ് ആക്ടിലെ വകുപ്പ് 3 പാഴ്സി മതവിശ്വാസികളുടെ വിവാഹം എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നത്.
ഏകദേശം ഹിന്ദു മാരേജ് ആക്ട് പോലെ തന്നെയുള്ള ഈ നിയമത്തിൽ ആകെ വ്യത്യസ്തമായുള്ളത് ഈ വിവാഹങ്ങൾ പാഴ്സി മത ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഒരു പാഴ്സി പുരോഹിതൻ തന്നെ നടത്തിയിരിക്കണം എന്നുള്ളതാണ്. 1954 ഒക്ടോബർ 9 നിലവിൽ വന്ന സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യൻ വംശജരായ 18 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീക്കും 21 വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷനും ഒരു മതത്തിന്റെയും അടിസ്ഥാനമോ ആചാര അനുഷ്ഠാനങ്ങളോ ഇല്ലാതെയോ വിവാഹം നടത്താവുന്നതാണ്. ഈ നിയമത്തിലെ 4 മുതൽ 14 വരെയുള്ള വകുപ്പുകളിലാണ് ഇപ്രകാരമുള്ള വിവാഹങ്ങൾ എങ്ങനെ നടത്തണമെന്ന് പറയുന്നത്. മറ്റ് വിവാഹ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ ഏതൊരു മതവിശ്വാസിക്കും ഈ നിയമത്തിന് കീഴിൽ വിവാഹം നടത്താവുന്നതാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്ത ഓരോ വിവാഹ നിയമങ്ങൾ പ്രകാരമുള്ള വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്യുവാൻ അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളും ഇന്ത്യൻ ഫോറിൻ മാരേജ് ആക്ടും എന്താണെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടാവുന്നതാണ്. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിച്ചു നൽകുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.